സഹകരണ വകുപ്പിലെ അഴിമതി ആരോപണത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടി നൽകുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട്ട്. സഹകരണ സംഘങ്ങൾക്ക് സോഫ്റ്റ്വെയർ നടപ്പാക്കാൻ 2021 ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയതാണ്. 2024 TCS കമ്പനി ഏകപക്ഷീയമായി പിന്മാറിയെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. മറ്റ് കമ്പനികളെ ഒഴിവാക്കിയെന്ന വാദം തെറ്റാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. എല്ലാ കാര്യത്തിലും നമ്മുടെ രമേശ് ചെന്നിത്തല ചിലരോട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഴിമതി കാര്യങ്ങൾ ഉന്നയിച്ച് അത് നുണ എന്ന രീതിയിൽ നല്ല രീതിയിൽ കെട്ടിച്ചമച്ച് ഉന്നയിക്കുക, അതിലും മത്സരിച്ചുകൊണ്ടിരിക്കുക. 2021 ടെൻഡർ, ആ ടെൻഡർ അനുസരിച്ച് 206 കോടി രൂപക്ക് ടാറ്റ കൺസൾട്ടൻസി സർവീസസിന് ലെറ്റർ ഓഫ് ഇന്റന്റ് നൽകി. പക്ഷേ 2024 ഒക്ടോബറിൽ അവർ ഏകപക്ഷീയമായി പിന്മാറി. അവര് പിന്മാറിയതിനെ തുടർന്ന് 2025 മാർച്ചിൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പുതിയ ടെൻഡർ ക്ഷണിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഏകദേശം 23,000 സഹകരണ സംഘങ്ങളിലേക്കും കുറഞ്ഞ ചെലവിൽ സോഫ്റ്റ്വെയർ വ്യാപിപ്പിക്കാൻ കഴിയും. മറ്റ് കമ്പനികളെ ഒഴിവാക്കിയെന്ന ആരോപണം തെറ്റാണ്. ഏകദേശം 45 കമ്പനികൾക്ക് കൺസോർഷ്യം രൂപത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകിയിരുന്നു. സാങ്കേതിക വിലയിരുത്തലിന് യോഗ്യമായ കമ്പനിക്ക് ഉയർന്ന മാർക്ക് ലഭിച്ചു. അത് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഇത്രയെല്ലാം സുതാര്യമായി നടന്ന ഒരു കാര്യത്തിലാണ് അഴിമതി ആരോപണമായിട്ട് വരുന്നത്.